മലയാളം ടെലിവിഷൻ, സിനിമാ മേഖലകളിൽ നിറസാന്നിധ്യമായിരുന്നു ചന്ദ്രലക്ഷ്മൺ. സ്വതസിദ്ധമായ അഭിനയശൈലിയിലൂടെയാണ് ചന്ദ്ര പ്രേക്ഷകരുടെ മനസ്സിൽ കയറിക്കൂടിയത്. ടെലിവിഷനിലും സിനിമയിലും മിന്നിത്തിളങ്ങിയ ചന്ദ്ര പൃഥ്വിരാജിൻ്റെ നായികയായിട്ടായിരുന്നു ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിലെത്തിയത്. പിന്നീട് സ്വന്തം എന്ന സീരിയലിലെ സാന്ദ്ര നെല്ലിക്കാടിനെ അവതരിപ്പിച്ചുകൊണ്ട് സീരിയൽ പ്രേമികൾക്കും പ്രിയപ്പെട്ടവളായി. 41-കാരിയായ താരം 2021 വിവാഹിതയായത്. സ്വന്തം സുജാതയിൽ താരത്തിൻ്റെ നായികയായിരുന്ന ടോഷ് ക്രിസ്റ്റിയെയാണ് താരം വിവാഹം ചെയ്തത്. ഒരുമിച്ച് അഭിനയിച്ചപ്പോഴുള്ള പരിചയം വിവാഹത്തിലേക്ക് എത്തുകയായിരുന്നു. 2 വയസ്സുകാരൻ അയാൻ്റെ അമ്മയാണിപ്പോൾ ചന്ദ്ര. ഖയാൽ എന്ന തമിഴ് സീരിയലിലാണ് നടി ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത്. കുഞ്ഞു പിറന്ന ശേഷം മകൻ്റെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയ വഴി ചന്ദ്ര ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട്. ഇപ്പോഴിതാ 38-ാം വയസ്സിൽ ഗർഭിണിയായപ്പോഴുള്ള അനുഭവങ്ങൾ ടെലിവിഗഡൻ എന്ന തമിഴ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പങ്കുവച്ചിരിക്കുകയാണ് ചന്ദ്ര. പ്രായം 38 തോന്നലോ അതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളോ തനിക്ക് ഉണ്ടായിരുന്നില്ലെന്നും ഗർഭകാലം വളരെ മനോഹരമായി താൻ ആസ്വദിച്ചുവെന്നും ചന്ദ്ര പുതിയ അഭിമുഖത്തിൽ പറയുന്നു. ഗർഭകാലം വളരെ സുഖകരമായിരുന്നു. നല്ല ജോലിയായിരുന്നു. എനിക്ക് ഒരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. 20 വയസ്സിൽ ഗർഭിണിയായതുപോലെയാണ് എനിക്ക് തോന്നിയത്. വളരെ ഈസി പ്രഗ്നൻസി ആയിരുന്നു. 10 മാസം ഞാൻ ഗർഭിണിയായിരുന്നു എന്നറിയാം. പൂർണ്ണ വളർച്ച എത്തിയ ശേഷമാണ് ഞാൻ കുഞ്ഞിനെ പ്രസവിച്ചത്. അതുകൊണ്ടാണ് സിസേറിയൻ വേണ്ടി വന്നത്. പ്രഷറും ഷുഗറും ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. മാത്രമല്ല ഡെലിവറിക്ക് ശേഷം എനിക്ക് ശരീരഭാരം വർദ്ധിച്ചതുമില്ല. എൻ്റെ കുഞ്ഞാണ് എൻ്റെ ഹീലർ എന്ന് വേണമെങ്കിൽ പറയാം. ഗർഭിണിയായിരുന്നപ്പോഴും രാവിലെ 9 മുതൽ രാത്രി 9 മണി വരെ ഷൂട്ടിങ്ങിന് നിന്നിട്ടുണ്ട്. നിറവയറും വെച്ച് പാതിരാത്രിയിലും അഭിനയിച്ചിരുന്നു. അതുപോലെ ഒരു പെൺകുഞ്ഞിനെയായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത്. നല്ല ഉടുപ്പുകൾ ഇടിപ്പിച്ച് ഒരുക്കി നടത്തണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. ഗർഭിണിയായിരുന്ന സമയത്ത് ക്ഷീണം തോന്നുമ്പോൾ ഞാൻ കുഞ്ഞിനോട് സംസാരിക്കുമായിരുന്നു. അങ്ങനെ സംസാരിച്ച് കഴിയുമ്പോൾ ഒരു ബൂസ്റ്റപ്പ് വരും. അവനെ ഗർഭിണിയായിരുന്നപ്പോൾ എൻ്റെ മുഖത്ത് വന്ന ഗ്ലോ കണ്ട് എനിക്ക് പെൺകുഞ്ഞായിരിക്കുമെന്ന് പലരും പ്രവചിച്ചിരുന്നുവെന്നും ചന്ദ്ര പറഞ്ഞു. കുഞ്ഞു പിറന്ന ശേഷം അഭിനയവും പാരൻഹുഡും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോയി എന്ന് ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെ: സ്വന്തം സുജാതയ്ക്ക് ശേഷം അവസരങ്ങൾ വന്നിരുന്നു, പക്ഷെ ഒന്നും തിരഞ്ഞെടുത്തില്ല. പിന്നീടാണ് തെലുങ്കിൽ അവസരം വന്നത്. അവിടെ ആഴ്ചയിൽ 1-2 ദിവസത്തെ ഷൂട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് വലിയൊരു റിലീഫായിരുന്നു. എൻ്റെ ജോലിയെക്കുറിച്ചൊക്കെ അവൻ മനസ്സിലാക്കി തുടങ്ങി. അവൻ എല്ലാത്തിനോടും അഡ്ജസ്റ്റായി തുടങ്ങിയെന്നും ചന്ദ്ര കൂട്ടിച്ചേർത്തു. നടൻ വിജയ് സേതുപതിയുമായുള്ള സൗഹൃദത്തെക്കുറിച്ചും നടി സംസാരിച്ചു. എൻ്റെ ഫേവററ്റ് ഹീറോയാണ് വിജയ് സേതുപതി. വിവാഹം കഴിഞ്ഞുവെന്ന് ഞാൻ മെസ്സേജ് ചെയ്തപ്പോൾ അദ്ദേഹം വീഡിയോ കോൾ ചെയ്തു. ഞങ്ങൾ 2 പേരെയും വിഷ് ചെയ്തു. അദ്ദേഹത്തോടൊപ്പം ഞാൻ വർക്ക് ചെയ്തിട്ടില്ല, പക്ഷേ ഒരു മൂവി സെറ്റിൽ വെച്ചാണ് കണ്ട് പരിചയപ്പെട്ടത്. അന്ന് അദ്ദേഹത്തോടൊപ്പമായിരുന്നു ലഞ്ച്. പരിചയപ്പെട്ട ശേഷം അദ്ദേഹത്തോടുള്ള ബഹുമാനം കൂടി. മെസ്സേജ് അയച്ചാൽ ഉടനടി മറുപടി തരും. മഹാരാജയുടെ പ്രമോഷൻ വന്നപ്പോൾ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ പോയി കണ്ടു. അന്ന് അദ്ദേഹം കുഞ്ഞിനെ അനുഗ്രഹിച്ചു. ബിഗ് ബോസിൽ നിന്നും വിളിച്ചിരുന്നു, പക്ഷേ പോകാൻ താല്പര്യമില്ലായിരുന്നുവെന്നും ചന്ദ്രലക്ഷ്മൺ പറയുന്നു.